അതുകൊണ്ട് അല്ലാഹു പറയുന്നു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. ആയത്തിന്റെ അവസാനം നോക്കി നിങ്ങൾ, വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു അധികാരിയാണ്, അല്ലാഹു അസീസാണ്, അല്ലാഹു അധികാരിയാണ്. അല്ലാഹു അത് ചെയ്യാനുള്ള പവറുണ്ട്, പിടിച്ചു വെക്കാനും കൊടുക്കാനും അല്ലാഹു കഴിവുണ്ട്. അൽ ഹകീം, ആ പിടിച്ചു വെക്കുന്നതിലും നൽകുന്നതിലും അള്ളാഹുവിന് ചില യുക്തികളുമുണ്ട്. അള്ളാഹു ഹക്കീമാണ്, വെറുതെ ചെയ്യൂല. അതാണ് ഈ ആയത്തിന്റെ അവസാനത്തെ 2 ഇസ്മുകളൊക്കെ വരുന്നിടത്തൊക്കെ ഒരു ഇസ്മായാലും അള്ളാഹിന്റെ ഇസ്മ വെച്ച് അവസാനിക്കുമ്പോൾ ആ വിഷയവുമായി ശരിക്ക് ബന്ധിക്കുന്ന ഒരു ഇസ്മാണ് അവിടെ വരിക. വഹുവൽ അസീസുൽ ഹകീം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ മറന്നു പോവല്ലേ. കുന്തു റദീഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകപ്പുറത്ത് നബി തങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ഞാൻ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാൽ, ഒരു 10 വയസ്സുള്ള കുട്ടി, ചെറുപ്പക്കാരൻ ബാക്കിലിരിക്കുക. മറ്റു നബി തങ്ങൾ വിളിച്ചു, യാ ഗുലാം ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. യാ ഗുലാം, ഓ യങ് മാൻ. ചെറിയ കുട്ടിയോടൊക്കെ യങ് മാൻ എന്ന് വിളിക്കാനൊന്നുമില്ല, പക്ഷെ നബി തങ്ങൾ ബഹുമാനം കൊണ്ട് വിളിച്ചു, യാ ഗുലാം. അത് സയ്യിദ് കുട്ടിയാണ്. എല്ലാ മക്കളോടും നബി തങ്ങൾ ബഹുമാനത്തിലെ പെരുമാറിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും ഹാർഷായിട്ട് പെരുമാറി. ഏറ്റവും ബിറ്ററസ്റ്റ് ഓഫ് ഹിസ് എനിമീസ് നബി തങ്ങൾ അവരോട് പോലും കൈൻഡായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഗുലാം, ഓ യുവാവേ, ചെറുപ്പക്കാരാ. 9 വയസ്സോ 10 വയസ്സോ അതിലും താഴെ ആയിരിക്കാനാ സാധ്യത. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരുന്നു, നിങ്ങളത് പഠിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, യഹ്ഫദില്ലാഹ യഹ്ഫദക്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹു നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലാഹുവിനെ സൂക്ഷിക്കണം. ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ് ആൻഡ് അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ്. അല്ലാഹുവിനെ ചീറ്റ് ചെയ്യണ്ട. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാം. ബാക്കി പ്രൊട്ടക്ഷൻ അല്ലാഹു തരും. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ണുകൊണ്ട് കാണാനല്ല, അല്ലാഹുവിന്റെ ഇടപെടൽ അവിടെ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ചില ഇടപെടൽ, ചിലപ്പോൾ നമ്മൾ ചിലയിടത്ത് പോകണമെന്ന് വിചാരിച്ചെടുത്ത് പിന്നെ തോന്നും പോകണ്ടാന്ന്. നമുക്ക് അങ്ങനെ ഉണ്ടാവും. ചില നേരത്ത് ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും വേണ്ടാന്ന്. ആ വേണ്ടാന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഹിക്മത്ത് അല്ലാഹു കരുതിയത് കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുന്നതാവാം. നമുക്കൊക്കെ അങ്ങനെ, എനിക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ അത് വളരെ നല്ല, എനിക്ക് തോന്നും പോവണ്ട, അത് വേണ്ട, അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട. അങ്ങനെ ഒരു തോന്നൽ അല്ലാഹു നമ്മുടെ കൽബിലേക്ക് തരുന്നു. ആ ഒരു വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ മൂവ് ചെയ്യും. ആ മൂവിലൂടെ എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലാഹു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പടച്ചവനത് ആദ്യം നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നല്ലോ. ചില കാര്യങ്ങൾ അല്ലാഹു നമ്മുടെ കൽബിലേക്ക് തോന്നിപ്പിക്കുകയാണ്. ആ ഒരു ഇസ്തിഖാറത്തും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലീനായി. പിന്നെ മൂവ് ചെയ്യുന്നത് മുഴുവൻ ഖൈറിലേക്കാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദക്, ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്. അല്ലാഹുവിനെ ഭയപ്പെടണമേ, തജിദുഹു തുജാഹക്. അല്ലാഹുവിനെ ഭയപ്പെടുക. പെണ്ണുങ്ങളാണെങ്കിലും ഭർത്താവിന് വേണ്ടി ഹിജാബ് ഇടണ്ട, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാൽ മതി. അമ്മായിമാക്ക് വേണ്ടി തല മറക്കണ്ട, അള്ളാഹ്ക്ക് വേണ്ടി മറച്ചാൽ മതി. യഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്. അള്ളാഹു നിങ്ങളുടെ സഹായത്തിന് വരുന്നത് കാണാൻ കഴിയും. അള്ളാഹു നിങ്ങൾ ഇടപെടുന്നത് കാണാൻ കഴിയും. യഹ്ഫദില്ലാഹ്. ജോലി സ്ഥലത്ത് നിസ്കരിക്കാം, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാൻ പോണില്ല. അള്ളാഹുവിന്റെ സഹായം അവിടെ വരും. അള്ളാഹുവിന്റെ സഹായം വരും. ആർക്കും ഒഫൻസീവായിട്ട് ചെയ്യുന്നു വേണ്ടല്ലോ. അവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ? ലഞ്ച് ബ്രേക്കിൽ നിന്ന് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് പോയി നിസ്കരിക്കുന്നു, എന്തായാലും കുഴപ്പം? ഇഹ്ഫദില്ലാഹ്. അള്ളാഹുവിന്റെ നിയമം സൂക്ഷിക്കുന്നുണ്ടോ? തജിദുഹു തുജാഹക്. നിനക്ക് വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു തട്ടിക്കളയുന്നത് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും അങ്ങനെ വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ, നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചില പ്രയാസങ്ങൾ വരില്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും വിചാരിച്ചോ, പഠിച്ചോനെ ഒന്നുകിൽ എന്നെ ഇവിടുന്ന് മാറ്റിത്താ, അല്ലെങ്കിൽ ഇയാൾക്ക് വേറെ എങ്ങനെ പണി കൊടുക്കും റബ്ബേ. അള്ളാഹു രണ്ടാലോ ഒന്ന് ചെയ്യുന്നത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടെ നിന്ന് മൂപ്പർക്ക് ട്രാൻസ്ഫർ ആവുന്നു. പക്ഷേ എന്തോ ഒരു കാരണം സംഭവിക്കുന്നു, ആൾ പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രയാസങ്ങളെ തജിദുഹു തുജാഹക് കൺമുമ്പിൽ മനുഷ്യനിങ്ങനെ കാണിച്ചു കൊടുക്കും. നമ്മൾ ആ ഒരു ലെൻസിലൂടെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ലെൻസിലൂടെ നോക്കിയാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു തരത്തിലുള്ള മീനിങ് ഉണ്ട്. എല്ലാ അനുഭവങ്ങളും മീനിങ് ഫുൾ ആണ്. ഒന്നും വെറുതെ അല്ല, എല്ലാം മീനിങ് ഫുൾ ആണ്.
ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക് ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കിൻ, അവരാണ് തരാൻ കഴിവുള്ളവൻ. ഇന്ന് മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കുന്നവർ തരുന്നില്ലേ? പക്ഷെ ആ തരൽ അള്ളാഹുവിന്റെ തരലാണ്. അതിന്റെ ഒരു വസീല മാത്രമാണ് മനുഷ്യൻ. നമുക്ക് പൈസ വേണം, ചിലപ്പോൾ കടം ചോദിക്കേണ്ടി വരും. ഒരു മഖ്ലൂക്കിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, അതിന് കുഴപ്പമില്ല. നമ്മുടെ അഖീദ എന്താണ്? ഈ മഖ്ലൂക്ക് എന്നെ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന സഹായമാണ്. അത് അള്ളാഹു തോന്നിപ്പിച്ചാലേ ഉപരി തരുള്ളൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയും. ഒരു ഭയങ്കര രസമുണ്ടായിട്ടോ. ഇന്നലെ ഡ്രൈവ് ചെയ്യണം, ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ പോവുകയാണ്. 120-140 സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. അതിന് പെട്ടെന്നൊന്നും പറയാതെ, സാധേ നാളെ കുറച്ച് പൈസ കടക്ക് അങ്ങെടുത്തുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച കാര്യത്തെ ചോദിക്കാൻ. അപ്പം പറഞ്ഞ് സുബൈർ അല്ല സുബൈർ, നാളൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, എനിക്ക് പൈസ വേണം, നിങ്ങൾ ഉറക്കം പോയില്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്. പെട്ടെന്ന് നമ്മുടെ കൽബിലേക്ക് ഒരു ചോദ്യം കണ്ട് വരികയാണ്. പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ അപ്പൊ പല കഴിവും പറയേണ്ടി വരും. ഇല്ല, ഇപ്പൊ പോയി കൊടുത്തയച്ചു, നാട്ടിൽ കൊടുക്കാൻ നിൽക്കണം, ഇവിടെ കൊടുക്കാൻ നിൽക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഞാൻ എൻ്റെ ഉറക്കം പോയ കാര്യമല്ല ഇവിടെ വിഷയം. നമ്മൾ ഒരാളോട് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും കടമായിട്ടോ ദാനമായിട്ടോ തരണമെങ്കിൽ അള്ളാഹു ഇടപെട്ടാലേ അത് നടക്കുള്ളൂ എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കണം. ഒരു മനുഷ്യൻ തരുന്നത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു എന്നല്ല അതിനർത്ഥം. ഏത് മഖ്ലൂക്കാവട്ടെ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് അള്ളാഹു നൽകുന്ന കഴിവ് മാത്രമാണ്. വേറെ ഒന്നുകൊണ്ട് മുത്ലഖൻ ഒരു ഖുദ്റത്ത് ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ഹുവൽ ഖാദിർ. അപ്പൊ നമ്മളങ്ങ് വിചാരിക്കുക, നമ്മളങ്ങ് പ്രതീക്ഷിച്ചു പോയി മുപ്പര് തന്നില്ല. എന്തേ? അള്ളാഹു ആ വിഷയത്തിൽ അയാൾ ഇടപെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്രേ അർത്ഥമുള്ളൂ, അത്രേ ഇതിനർത്ഥമുള്ളൂ. പിന്നെ അവിടെ പിന്നാലെ കൂടേണ്ട കാര്യമില്ല. അത് അള്ളാഹു തോന്നിപ്പിച്ചിട്ടുണ്ടോ നടന്നിരിക്കും. നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ വിചാരിച്ച ആൾക്കാരാവില്ല, വേറെ ആരെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമുക്ക് പോലും പരിചയമില്ലാത്ത ആളുകൾ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരുന്ന ചില ആളുകൾ അവരൊന്നും ചെയ്തിട്ടില്ല. എന്തേ? അള്ളാഹു അവരെ മനസ്സിലപ്പോൾ തോന്നിപ്പിച്ചിട്ടില്ല. അതന്നെ അതിന് ഉത്തരവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് അവരും പടച്ചവനാണ്. അയാൾക്കത് നിയ്യത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇറാദത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായോ, അതൊക്കെ അള്ളാഹുവിനെ അവർക്ക് അറിയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم وإذا استعنت فاستعن بالله. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ, റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ മുത്ലഖൻ സഹായിക്കാൻ കഴിയൂ. മനുഷ്യന്മാരോ പടപ്പുകളോ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോ വാപ്പയോ ഉമ്മയോ കൂട്ടുകാരോ ആര് സഹായിച്ചാലും ആ സഹായത്തിന്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവാണ്. അറിയണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നബിതങ്ങളുടെ എളാപ്പയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ പറയുമ്പോൾ 10 വയസ്സോ താഴെയോ, തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സൊക്കെ ഉള്ളൂ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. വലിയ മുഹദ്ദിസ് അല്ലേ, ഹദീസ് പണ്ഡിതനാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സ്, ചില റിവായത്ത് 13 ഒക്കെ കാണുന്നുണ്ട്, 12-13 ആ റേഞ്ച്. ഏകദേശം 10 വയസ്സിന്റെ താഴെ ആയിരിക്കുമ്പോഴാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് മനസ്സിലാക്കാം. അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കട്ടെ, അല്ലാഹു കണക്കാക്കിയതല്ലാതെ അവരാർക്കും സഹായിക്കാൻ കഴിയില്ല. എല്ലാവരും കൂടി വിചാരിച്ചു. വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹഫ്. ചെറിയൊരു മോനോട് പറഞ്ഞു കൊടുക്കുക, നോക്കണം, അതൊക്കെ നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കടക്കണം. മോനെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ ലോകമാണ്. വാപ്പയായാലും ഉമ്മയായാലും മോനായാലും വല്യപ്പയായാലും വല്യമ്മയായാലും കുട്ടികളാണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടലാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് ഹാം ചെയ്യാൻ. If the entire nation come together to harm you, they will not be able to harm you except that which Allah has preordained for you. അള്ളാഹു നമുക്ക് കണക്കാക്കിയതല്ലാതെ ഇവരെല്ലാവരും കൂടി ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും നടക്കൂല.
റുഫിഅത്തിൽ അഖ്ലാം, pens have been lifted, വജഫത്തിസ് സുഹഫ്, and the pages have been dried out. പേനകളൊക്കെ മഷിവറ്റി ഉണങ്ങി, ആ എഴുതുന്ന പേനകളൊക്കെ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരവും ഉപദ്രവവും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. അതിൽ പിന്നെ ഒന്നും ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. ദുആ കൊണ്ട് അള്ളാഹു ഇത് മാറ്റുന്നു മാത്രമാണ് പറഞ്ഞ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുആ ചെയ്താൽ ഇതിലൊക്കെ ചില ഏറ്റക്കുറവുകളൊക്കെ വരാം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ളാറാണ് നാഫിആണെന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, ളാർ എന്ന ഇസ്മ പോലും ഹുസ്നയിൽ പെട്ടതാണ്, മനോഹരമായ ഇസ്മിൽ പെട്ടതാ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് അല്ലാഹ് ഉപദ്രവം ചെയ്യുമെന്ന് പറയല്ലേ. ഉപദ്രവം ചെയ്യും എന്തിന്? അന്നാഫി, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി. അല്ലാഹു നൽകുന്ന പരീക്ഷണം നിങ്ങൾക്കൊരു ഖൈറിനാണ്. അതുകൊണ്ട് ആ ഇസ്മ പോലും അല്ലാഹു ഖാബിലാണെന്ന് പറയുന്നു, അതും ഹുസ്നയായ ഇസ്മ തന്നെയാണ്. ആ രീതിയിലാണ് അള്ളാഹുവിന്റെ ഇസ്മിനെ മനസ്സിലാക്കേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇ, അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് മോശമായി അർത്ഥം വെക്കുന്ന രീതി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി പാടില്ല. നബി അത് ഒഴിവാക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവൂ എന്ന് അതിന്റെ ഒരു ബേസിസ് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനായൊരു മനുഷ്യന് നൽകുന്ന പരീക്ഷണങ്ങൾ ലിദ്ദഫ്ഇ വറഫ്ഇ, ഒന്നുകിൽ അള്ളാഹുലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുവരാൻ, വറഫ്ഇ നമ്മുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിത്തരാൻ. ഇതിനാണ് മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം വരുന്നത്. ദഫ്ഇ ചെയ്യാണ് അള്ളാഹു തആല, അള്ളാഹുലേക്ക് തള്ളുകയാണ്, അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന് പള്ളിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴല്ലേ നബി തങ്ങൾ പറഞ്ഞത്, യാ അബാ ഉമാമ, വിഷമമുണ്ടല്ലേ? എന്താ വിഷമം? ദുയൂനി വഹുമൂമി ലസിമത്തിനി യാ റസൂലല്ലാഹ്, ഒരുപാട് ടെൻഷനുണ്ട് നബി, ഒരുപാട് കടങ്ങളുണ്ട്. എന്നാ ഞാൻ ചില കലിമത്ത് പഠിപ്പിച്ചു തരാട്ടോ, അത് ചൊല്ലിക്കോളി. ഖദല്ലാഹു അൻക ദൈനക്, അള്ളാഹു നിങ്ങളുടെ കടം വിട്ടിത്തരും, നിങ്ങളുടെ ടെൻഷനും അള്ളാഹു മാറ്റിത്തരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കൊള്ളൂട്ടോ അബൂ ഉമാമ. ആ സ്വഹാബി ഒരുപാട് ചൊല്ലി. അതൊരു ദിക്റല്ലേ? ആ ദിക്റിൽ അല്ലാഹുമ്മ, പടച്ചവനെ, അള്ളാഹിന്റെ ഇസ്മുൽ ആദം വിളിക്കണില്ലേ? ഇന്നി അഊദു ബിക, അള്ളാഹുലേക്ക് നമ്മൾ അഭയം ചോദിക്കുകയാണ്, വിഷമങ്ങൾ പറയാൻ. അതൊരു ദിക്റാണ്. ആ ദിക്ർ രാവിലും വൈകുന്നേരവും ചൊല്ലാൻ അവസരം ഉണ്ടായത് എപ്പോഴാ? കടം കൊണ്ട് കുടുങ്ങിയപ്പോഴാണ്, ടെൻഷൻ വന്നപ്പോഴാണ്. അല്ലെങ്കിൽ അവിടെ ഇരിക്കൂല, അവിടെ പണിക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ നബി നിങ്ങൾ പള്ളിയിൽ വെച്ച് കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചൊല്ലി. ഖൈർ കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുറച്ചു കാലേ ചൊല്ലിയിട്ടുള്ളൂ, എവിടെ നിന്നാണ് ഇത് വീടാന്ന് എനിക്ക് ഒരു വിവരമില്ലായിരുന്നു. അല്ലാഹു ഖദല്ലാഹു അന്നി ദൈനി, എന്റെ കടം അല്ലാഹു വിട്ടി തന്നു, എന്റെ ടെൻഷനും മാറി, എനിക്കറിഞ്ഞില്ല എവിടെ നിന്ന് അതൊക്കെ വീടിയത്. അള്ളാഹു ഒരു അവസരം കൊടുക്കാൻ, അള്ളാഹു നമ്മളെ ദഫ്ഇ ചെയ്യാൻ, തള്ളിക്കൊടുക്കാൻ. ഒന്ന് അടുത്തേക്ക് വാ, ഒന്നും കൂടെ അടുത്തേക്ക് ഇരിക്കേ, ഒന്നും കൂടെ അടുത്തേക്ക് വാ. അള്ളാഹുവിന്റെ അടുത്തേക്ക് ഇരിക്കാൻ. പടച്ചവന്റെ അടുത്തേക്ക് അടുത്തിരിക്കണ്ടോ ഇല്ലേ, അത് അള്ളാഹു കൽബിൽ നോക്കിയിട്ടാരെ. നേരം വൈകി ജുമാക്ക് വന്നിട്ട് ഒന്നാം സഫ പോയിരുന്നിട്ട് ഞാൻ ഒന്നാം സഫലാന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തിരിയില്ല ഇവനെപ്പോഴാണ് വന്നത് ഇല്ലേ? ഇനിയിപ്പോ എന്തിനങ്ങനെ ആക്ട് ചെയ്യേണ്ട കാര്യം? അവിടെ ഒരു സ്ഥലം ഒഴിവുണ്ടെങ്കിൽ പോയിട്ട് ഇരിക്കാം അല്ലേ? വെറുതെ തിക്കി തിരക്കി. കൊറോണ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ സ്പേസ് ഉണ്ടോ നോക്കിയിട്ടാണ് അബുദാബിയില്. അപ്പോ അവസാനം വരെ ഞാൻ ഒന്നാം സഫലായിരുന്നു. ആരെയും ബോധ്യപ്പെടുത്തുന്നത്?